കൈഫലാ അരിഫും, ഞാൻ എങ്ങനെ അവരെ അറിയാതിരിക്കും? വഹും വല്ലാഹി, ശരിക്ക് ശ്രദ്ധിക്കണം പറയുന്നത്. അവരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ ഉണ്ടല്ലോ. ആ ചരിത്രങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്, അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്നതുപോലെ നിങ്ങൾ ഈ കുട്ടിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് ആയത്തിൽ ചിന്തിക്കണം പെങ്ങളെ. ആ പെൺകുട്ടി പറയുന്നു, കൈഫലാ അരിഫുഹും, ഞാൻ എങ്ങനെയാണ് അവരെ അറിയാതിരിക്കുക? കാരണം ബഹും വല്ലാഹി അതിബ്ബാഉൽ ഖുലൂബി, ഞാൻ നേരത്തെ പറഞ്ഞതുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുക. വഹും, അവര് അതിബ്ബാഉൽ ഖുലൂബി, അവര് ഖൽബിന്റെ ഡോക്ടർമാരാണ്. ഹുസൈനുൽ ബഗ്ദാദി തങ്ങളുടെ അടിമ പെൺകുട്ടി പറയുന്നു, അതിബ്ബാഉൽ ഖുലൂബ്, അവര് ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്. നേരത്തെ ഇമാം യാഫി തങ്ങൾ പറഞ്ഞല്ലോ, വലൈസാ തബീബുൻ ഫി ജമീൽ വറാസിവ തബീബു ഖുലൂബിൻ ഔ തബീബു മആലിമി. ആ ഡോക്ടർമാര് അന്ത്യവിശ്രമം കൊള്ളുന്ന കേരളത്തിൽ, അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് മഹാന്മാര് അവരുടെ അർവാഹുകളുടെ സഹായം കൊണ്ടുമൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള മജ്‌ലിസിലൊക്കെയും തന്നെ സന്തോഷത്തോടുകൂടെ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? ആ പെൺകുട്ടി പറയുന്നു, വഹും അതിബ്ബാഉൽ ഖുലൂബി, അവരാണ് ഡോക്ടർമാര്, ഖൽബിന്റെ ഡോക്ടർമാര്. വമയ്യദുല്ലുൽ മുഹിബ്ബ അലൽ മഹബൂബ്, ഹബീബായ റബ്ബിനെ മഹബൂബായ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവര് അവരാണ്. എന്തേ പറഞ്ഞത്? ഹബീബിനെ മഹബൂബിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന്മാരായ ഡോക്ടർമാർ അവരാണ്. സ്നേഹിക്കേണ്ടവനായ റബ്ബിനെ മനസ്സിലാക്കി കൊടുക്കുന്ന, റൂട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വാലിഹീങ്ങളായ മഹാന്മാർ അവരാണ്, മഹദിമാർ അവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് തീർന്നില്ല. എന്നിട്ട് ആ പെൺകുട്ടി തുടങ്ങുന്നു ആ മഹാന്മാരെ കുറിച്ച്, ഖൗമുൻ ഹുമൂമുഹുമു ബില്ലാഹി ഖദ് അലിഖത് ഫമത്ലബുൽ ഖൗമി മൗലാഹും വസയ്യിദുഹും യാ ഹുസ്ന മത്ലബിഹിം ലിൽ വാഹിദിസ് സമദി. എന്താ അതിന്റെ അർത്ഥം? ശരിക്കും ചിന്തിക്കണം. ഖൗമുൻ ഹുമൂമുഹുമു, ഒരു വിഭാഗം മഹാന്മാരാണവർ. അവരുടെ ടെൻഷനും അവരുടെ എല്ലാ ചിന്തയും ബില്ലാഹി ഖദ് അലിഖത്, അല്ലാഹ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അള്ളാഹനെ മര്യാദയ്ക്ക് ഓർക്കാൻ നിസ്കാരത്തിലൂടെ സമയമില്ല. അള്ളാഹു നമ്മൾക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരത്തിലൂടെ സമയമില്ല. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു നിസ്കാരത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 5 വക്ത് നിസ്കാരം നമുക്ക് കഴിഞ്ഞു. ഈ 5 വക്ത് നിസ്കാരത്തിൽ എത്ര തക്ബീർ നമ്മൾ ചൊല്ലി? എത്ര തക്ബീറിൽ നമ്മൾ അള്ളാഹു മഹാനാണെന്നുള്ള അർത്ഥം ചിന്തിച്ചു? അറിയാഞ്ഞിട്ടാണോ മോമിനിങ്ങളെ? നമ്മൾ ഒരുപാട് മദ്രസയിൽ പോയിട്ടില്ലേ? അള്ളാഹു അക്ബർ, അള്ളാഹു മഹാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നവരും അല്ലാത്തവരും കൂട്ടത്തിലുണ്ടല്ലോ. ഇന്നത്തെ 4 വക്തോ അല്ലെങ്കിൽ 5 വക്തോ നിസ്കരിച്ച ആളുകൾ ആ നിസ്കാരത്തിൽ നിരവധി പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞില്ലേ? മനസ്സറിഞ്ഞ് പ്രപഞ്ച സൃഷ്ടി പരിപാലകനായ സർവശക്തനായ സർവജ്ഞനായ റബ്ബ്, ആ റബ്ബ് മഹാനാണ് എന്ന അർത്ഥം ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞോ? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് ദുന്യവിയായ അലായിഖുകൾ, അതുമായുള്ള ബന്ധങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ഖൗമുൻ ഹുമൂമുഹുമു ബില്ലാഹി ഖദ് അലിഖത് ഫമത്ലബുൽ ഖൗമി മൗലാഹും വസയ്യിദുഹും. ആ മഹാന്മാരുടെ തേട്ടം അവരുടെ നേതാവായ റബ്ബിനെയാണ്, അല്ലാഹുവിനെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞതുപോലെ, എന്തേ പറഞ്ഞത്? പടച്ചവനെ, എന്റെ തോട്ടം നിന്റെ പൊരുത്തമാണ്, നിന്നെയാണ് ഞാൻ തേടുന്നത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെയാണ് അവർ തേടുന്നത്. അവരുടെ ലക്ഷ്യം അതാണ്. യാ ഹുസ്ന മത്ലബിഹിം, അവരെ തേട്ടം എന്ത് കണ്ടീഷൻ! എന്തൊരു തേടലാണ് അവരുടെ തേട്ടം. ആര്? ലിൽ വാഹിദിസ് സമദി, അന്യാശ്രയമില്ലാത്ത, ഒരാളിലേക്കും ആശ്രയിക്കാത്ത ആ റബ്ബിനെ തേടുന്ന ആളുകൾ. എന്തൊരു തേട്ടമാണതില്ലേ! നല്ല തേട്ടം. ആ പെൺകുട്ടി തേടാൻ ആവശ്യപ്പെടുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ് പെങ്ങളെ. ആ റബ്ബിനെ തേടുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, വല്ലാതെ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ തേടുന്ന മഹാന്മാരും മഹദിമാരും അവരുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അറിയാതിരിക്കും. മഹാനായിരിക്കുന്ന ഹുസൈനുൽ ബഗ്ദാദി തങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുന്നു, ജാരിയ
അന മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ബഗ്ദാദി. നേരത്തെ നീ എണ്ണിയ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ബഗ്ദാദി ഉണ്ടല്ലോ, ആ ആള് ഞാൻ തന്നെയാണല്ലോ. ആ പെൺകുട്ടിയുടെ മറുപടി, ലഖദ് സഅൽതുല്ലാഹ അൻ യുജ്മിഅ ബൈനി വ ബൈനക യാ അബാ അബ്ദുല്ലാഹ്. നിങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടിത്തരുവാനും എന്നിട്ട് നിങ്ങളെയും എന്നെയും ഒരുമിച്ച് കൂട്ടിത്തന്ന് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും വേണ്ടി എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിരുന്നു. ആ ഉദ്ദേശം ഇവിടെ സാക്ഷാത്കരിച്ചു. നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു തരാൻ എനിക്ക് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല അതെനിക്ക് പൂർത്തീകരിച്ചു തന്നു. നോക്കൂ നിങ്ങൾ, ഇത് എന്തൊരു ബന്ധ, ഈ പെൺകുട്ടിയുടെ ഖൽബിന്റെ ബന്ധം ചോദിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ വീണ്ടും മഹദി ചോദിക്കുന്നു, അല്ല ഹുസൈൻ അൽ ബഗ്ദാദി തങ്ങളെ, നിങ്ങളുടെ കയ്യിൽ നല്ല സൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വല്ലാത്തൊരു സൗണ്ട് ഉണ്ട്, ഹബീബിനെ സ്മരിപ്പിക്കുന്ന സൗണ്ടാണ്, അള്ളാഹുലേക്ക് ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തിനെ ഹയാത്താക്കുന്ന തരത്തിലുള്ള സൗണ്ട് നിങ്ങൾക്കുണ്ടല്ലോ. കേൾക്കുന്നവരുടെ കണ്ണിനെ കരയിപ്പിക്കുന്ന തരത്തിലുള്ള സൗണ്ട് എവിടെ പോയി അത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബാക്കിന്നലാഹി മോളെ, ആ സൗണ്ട് എനിക്കുണ്ട്, അഥവാ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സൗണ്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് കച്ചേരിയുടെ സൗണ്ടല്ല. നിങ്ങൾക്ക് കേൾക്കണോ? ആ സമയത്ത് ആ മഹദി ചോദിക്കുന്നു, ഫബില്ലാഹി അലൈക അസ്മിഇനി ശൈഅൻ മിനൽ ഖുർആൻ. എനിക്ക് ഖുർആൻ നിങ്ങൾ കേൾപ്പിച്ചു തരുമോ? എനിക്ക് നിങ്ങൾ ഖുർആൻ കേൾപ്പിച്ചു തരുമോ? അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും എനിക്ക് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഹുസൈൻ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ വസ്ഫുള്ളതായിരിക്കുന്ന ഈ ബിസ്മി അങ്ങോട്ടോതി. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടി അതാ ബോധം കെട്ട് വീണു. ഞമ്മക്കൊരു 756 ബിസ്മി തലയും കൂടെ ചൊല്ലിയാലും ശരി, നമ്മളുണ്ടോ ബോധം കെട്ട് വീകുന്നു? ബോധം കെട്ട് വീകുന്നു. ബിസ്മി അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തപ്പോൾ എന്താണ് ചിന്തിച്ചു പോയത്? അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണല്ലോ. ആ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു പോയി. റഹ്മാന് എന്ന് പറഞ്ഞാൽ വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ദുനിയാവിൽ വെച്ച് ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ വൈപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവനായ അല്ലാഹ്. ഈ ചിന്ത അങ്ങോട്ട് മനസ്സിലേക്ക് കടന്നതോടുകൂടി അതാ ബോധം കെട്ട് വീണുപോയി. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന ഹുസൈൻ അൽ ബഗ്ദാദി പറയുന്നു, ഞാൻ അവളുടെ മേൽ വെള്ളം തെളിച്ചു. വെള്ളം കുടഞ്ഞുകൊണ്ട് അവിടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അതാ ബോധം തെളിയുന്നു. ബോധം തെളിഞ്ഞതിന്റെ ശേഷം പറയുന്നു, ആ പെൺകുട്ടി പറയുന്നു, ഞാൻ ആ റബ്ബിന്റെ വസ്ഫ് കേട്ടപ്പോൾ എനിക്ക് ബോധക്കേട് വന്നുപോയെങ്കിൽ ആ റബ്ബിനെ ഞാൻ കണ്ടാൽ എന്തൊരു സന്തോഷമാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞമ്മളെ പടച്ച റബ്ബിനെ കുറിച്ച് വല്ല ചിന്തയും നമുക്കുണ്ടോ? ആ റബ്ബിനെ ഒന്ന് സന്തോഷത്തോടുകൂടി കാണാനുള്ള താല്പര്യമുണ്ടോ? ഇത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. കറകളഞ്ഞ അമലാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരുടെ പച്ചമാംസം തിന്ന ഗീബത്തും നമീമത്തും, അതുപോലെ തന്നെ കെടുമ്പും, അതുപോലെ തന്നെ വൈരാഗ്യവും ദേഷ്യവും എന്ന് വേണ്ടാത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മുഴുവനും വേണ്ടാത്തത് നിറച്ച് ആഖിറത്തിലേക്ക് പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ ശരീരത്തിനെ ആക്കാതെ നമ്മളെ ഖൽബിനെ സ്ഫുടം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തആല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും, നിങ്ങളെ ശരീരത്തിലേക്കല്ല അള്ളാഹുവിന്റെ നോട്ടം, വലാ ഇലാ സുവരിക്കും, നിങ്ങളെ രൂപങ്ങളിലേക്കല്ല റബ്ബിന്റെ നോട്ടം, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ ഖൽബിലേക്കാണ് പടച്ചവന്റെ നോട്ടം. അള്ളാഹുവിന്റെ മൻദർ, അവൻ നോക്കുന്ന പ്രത്യേക സ്ഥലം നിങ്ങളുടെ ഖൽബാണ്. ആ ഖൽബ് എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നീ ആ ഖൽബിന്റെ ഉള്ളിൽ കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ് തുടങ്ങിയ ബാത്തിനിയായ നായ്ക്കളെ അതിൽ കെട്ടിയിട്ടുകൊണ്ട് നീ നടക്കല്ല മനുഷ്യ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളാകുന്ന
മലീമിസമാക്കപ്പെട്ട ഈ വൃത്തികേടുകൾ നിറച്ച കക്കൂസ് പോലെ, ക്ലോസറ്റ് പോലെ, കോളാമ്പി പോലെ നിന്റെ കൽബിനിയാക്കി തീർക്കല്ല. നിന്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രകാശം നിന്റെ കൽബിലേക്ക് വരണം. എന്നിട്ട് അള്ളാഹുമായി നീ അടുക്കണം. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ തൗഫീഖ് ലഭിച്ച മക്കളുടെ ചരിത്രം പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി പറയുന്നു, ആ റബ്ബിനെ ഞാൻ കണ്ടെങ്കിൽ അല്ലാഹ്. എന്നിട്ട് പറയുന്നു, ഇഖ്റ യർഹമുക്കല്ലാഹ്, ഖുർആൻ ഒന്ന് ഓതിത്തരീൻ. ഒരുപാട് ആയത്തുകൾ ഓതിക്കൊടുത്തു. ഞാൻ ചരിത്രം സുദീർഘമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഓതിക്കൊടുത്തു. ശിക്ഷയുടെ കടുകട്ടിയുള്ള ശിക്ഷയുടെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ പറയും, നിങ്ങൾ ഒരു ഭാഗം മാത്രം പറഞ്ഞ് എന്നെ ബേജാറാക്കല്ലേ, നിങ്ങൾ നിരാശയാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഗ്രഹവും അതുപോലെ പേടിയും ഉൾക്കൊള്ളുന്ന ആയത്ത് ഓതിത്തരൂ എന്ന് പറഞ്ഞ് അങ്ങനെയും ആവശ്യപ്പെട്ടു. ഇങ്ങനെ പല ആയത്തുകളും ഓതിക്കൊടുത്തു. ഇതെല്ലാം ഓതിക്കേട്ടതിന്റെ ശേഷം വീണ്ടും പറഞ്ഞു, ഇഖ്റ യർഹമുക്കല്ലാഹ്, ഒന്ന് ഓതിത്തരൂ നേതാവേ, എനിക്ക് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓതിക്കൊടുത്തു. വുജൂഹു യൗമൈദിൻ മുസ്ഫിറ ളാഹിഖത്തുൻ മുസ്തബ്ശിറ. നാളെ മഹ്ശറിൽ ഒരു വിഭാഗം മുഖം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മനുഷ്യന്മാര്, അവരുടെ മുഖം പ്രകാശിക്കുന്നതാണ്, അവർ ചിരിക്കുന്നതാണ്, അവർ സന്തോഷിക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും ഓതിക്കൊടുത്തു, വുജൂഹു യൗമൈദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ. ഈ ആയത്തങ്ങ് കേട്ടപ്പോൾ അതാ ഈ പെൺകുട്ടിക്ക് എന്തൊന്നില്ലാത്ത പരിവർത്തനം വരുന്നു. എവിടെയാണ് പെങ്ങളെ പോയിന്റ് കിടക്കുന്നത്? ഈ ആയത്ത് കേൾക്കുമ്പോൾ എന്താണ് പറയുന്നത്? നാദിറത്തുൻ യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിലേക്ക് നോക്കുന്നതാണ് ഒരു വിഭാഗം ആളുകൾ. അല്ലാഹുവിന്റെ നൂറുത്തജല്ലേ, അവൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം അതിങ്ങ് കണ്ട് ആസ്വദിക്കുക എന്ന ആനുകൂല്യം ഒരു വിഭാഗം സാലിഹീങ്ങൾക്ക് നാളെ മഹ്ശറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ആയത്തങ്ങ് ഓതിക്കേട്ടപ്പോൾ അതാ പെൺകുട്ടി പറയുന്നു, വാ ശൗഖാ, എന്റെ സ്നേഹമേ, ഇലാ ലിഖായിഹി, ആ റബ്ബിനെ കാണുന്നതിലേക്ക്, ഹീന യതജല്ലാ ലിഔലിയാഇഹി, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സ്ത്രീ പുരുഷന്മാരിലേക്ക് അല്ലാഹു പ്രത്യക്ഷപ്പെടുന്ന ആ ഘട്ടത്തിന് എനിക്കുമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അല്ലാഹ് എന്ന് ആ പെൺകുട്ടി അതാ അവിടുന്ന് താല്പര്യപ്പെട്ടുകൊണ്ടതാ ബേജാറാകുന്നു. അല്ലാഹുവിന്റെ അടിമകളാണ് സഹോദരിമാരെ, ശ്രദ്ധിക്കണം. തീർന്നില്ല, വീണ്ടും ഓതാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇഖ്റ യർഹമുക്കല്ലാഹ്, ഓതിത്തരൂ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഓതിക്കൊടുത്തു. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിക വകഅസിൻ മിൻ മഈൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത സ്വർഗത്തിൽ ഒരു വിഭാഗം മക്കള് ശാശ്വതമായി നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നു തരുന്നത്? ആവശ്യമായ അസീറാത്ത് ജ്യൂസുകള്, ആവശ്യമായ കോപ്പകൾ, ആവശ്യമായ പാത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായി ഓടി നടക്കുന്ന മുത്തുപോലത്തെ മക്കള്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായതൊക്കെയുമായി വരുന്നതായിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഓടിക്കളിച്ച് നടക്കും. അതുപോലെ തന്നെ അവിടെ എല്ലാ സുഖങ്ങളും ലഭ്യമാണ്. ഇവിടെ ഹൂർലിങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇതിങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മഹദി ചോദിക്കുന്നു, അല്ല നേതാവേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഹൂർലിങ്ങളെ പ്രതിപാദിക്കുന്ന വിഷയം ചർച്ച ചെയ്തല്ലോ, നിങ്ങൾ ഹൂർലിങ്ങൾക്ക് മഹർ കൊടുത്തോ? നിങ്ങൾ ഹൂർലിങ്ങളെ കിട്ടാൻ വേണ്ടിയുള്ള മഹർ കൊടുത്തോ? ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, മോളെ യാ ജാരിയത്തു ദുല്ലിനി, എനിക്ക് അറിയിച്ചുകൊണ്ട മോളെ, എന്താ അറിയില്ല, ഇനി മുഫ്ലിസു, ഞാനൊരു പാപ്പറായ വ്യക്തിയാണ്. അവരുടെയൊക്കെ താഴ്മ നോക്കണങ്ങൾ. ആ അടിമനെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അടിമനോടാ പറഞ്ഞത്, ഇനി മുഫ്ലിസു, ഞാൻ പാപ്പറായ വ്യക്തിയാണ്. നമുക്കൊക്കെ മനസ്സ് വരുമോ പറയാൻ? നമ്മളെ വലുപ്പത്തിനും സമ്മതിക്കൂല. അള്ളാഹു കിബിർ എന്നുള്ള നോക്കട് നമ്മളെ കൽബിൽ നിന്ന് നീക്കം ചെയ്ത് സാധുവായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത നമുക്ക് പാടില്ല.
ബഹുമാനപ്പെട്ട ഹുസൈൻ ബഗ്ദാദി പറയുന്നു, ഫൈനി മുഫ്ലിസു, ഞാനൊരു പാപ്പറായവനാണ്. സഹോദരിമാരെ, ആദ്യത്തെ ദിവസത്തിൽ കരയാനുള്ള കാരണമാണ് ഖബറിനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ മഹദി തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് കടന്നു എന്ന അഭിമാനത്തോടുകൂടെ ഹുർലിങ്ങളോട് നേരിടാൻ ആ മഹദിക്ക് അഭിമാനമുണ്ട്, അധികാരമുണ്ട്. എന്തേ കാരണം? അലി റളിയല്ലാഹു അടുക്കൽ നിന്ന് പലതവണ കരഞ്ഞ കൂട്ടത്തിൽ ഒരിക്കൽ കരയുന്നത് കണ്ടപ്പോൾ എന്തിനാണ് ഫാത്തിമ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എനിക്കൊരു വല്ലാത്ത പ്രയാസമുണ്ട്. എന്താ പ്രയാസം? ഞാൻ ഇന്നേ വരെ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന്റെ ശേഷം എന്റെ ശരീരം ഒരാളെ മുമ്പിലും കാണിച്ചിട്ടില്ല. എന്റെ ശരീരം അന്യപുരുഷന്മാര് ഇനി ഒരു പക്ഷേ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കഫൻ ചെയ്തിട്ട് എന്റെ കൈയും കാലും നടും അങ്ങോട്ട് എന്റെ തലഭാഗവും കാൽഭാഗവും മധ്യവും 3 കെട്ട് കെട്ടിയിട്ട് എന്റെ മയ്യത്ത് നിങ്ങൾ കട്ടിലിൽ കൊണ്ടുപോകുമല്ലോ. പുരുഷന്മാർ എന്റെ മയ്യത്തിലേക്ക് നോക്കിയിട്ട് ഇത്ര വണ്ണവും നീളവും ഉണ്ടെന്ന് ചിന്തിച്ചു പോയാൽ പടച്ച റബ്ബ് ഫാത്തിമയെ ചോദ്യം ചെയ്യുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞുപോയി ഭർത്താവേ. അതിന് ഞാൻ പരിഹാരം കാണും ഫാത്തിമ, നീ ബേജാറാവണ്ട. എന്താണ്? ഞാൻ മൂടിയുള്ള കട്ടിലിൽ നിന്റെ മയ്യത്ത് കൊണ്ടുപോകും. മൂടിയുള്ള കട്ടിലിൽ മയ്യത്ത് കൊണ്ടുപോയി മറ്റുള്ളവർ കൂടുതൽ വീക്ഷിക്കാത്ത രീതി ഞാൻ ഉണ്ടാക്കും. സമാധാനിക്കൂ ഫാത്തിമ. അതിന് ശേഷം വീണ്ടും ഫാത്തിമ ബീവി കരയുന്നു, തേങ്ങിക്കരച്ചിൽ നിൽക്കുന്നില്ല. എന്തേ ഫാത്തിമ നീ കരയുന്നത്? എന്നോട് പറയണം, ഞാൻ തീർത്തു തരാ പ്രശ്നം. മറ്റൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ മൂടിയുള്ള കട്ടിലിൽ എന്നെ കൊണ്ടുപോയാൽ തന്നെ ഖബറിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കുമല്ലോ. എന്റെ മയ്യത്ത് നിങ്ങൾ ഖബറിലേക്ക് വെക്കുമല്ലോ. ചുറ്റുഭാഗത്തും കൂടിയ ആളുകൾ ആ ഖബറിലേക്ക് നോക്കുമ്പോ ഫാത്തിമ ഇത്ര തടിയുള്ളവളാണ്, ഫാത്തിമ ഇത്ര നീളമുള്ളവളാണ് എന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല ദുരുദ്ദേശവും മനസ്സിൽ കരുതിപ്പോയാൽ ഫാത്തിമയോട് നാളെ ആഖിറത്തിൽ നിന്ന് ഇതിന് പരിഹാരം എന്തുകൊണ്ട് കണ്ടില്ല ഫാത്തിമ എന്നെന്റെ റബ്ബ് എന്നോട് ചോദ്യം ചെയ്യുമോ എന്ന ഭയം കൊണ്ട് കരഞ്ഞുപോയി ഭർത്താവേ. ആ മഹദിക്ക് സ്വർഗത്തിലേക്ക് കടന്നു എന്നിട്ട് അഭിമാനത്തോടുകൂടെ പറയാൻ അധികാരമുണ്ട്, അല്ലേ? ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അതിനെന്താണ് ഫാത്തിമ ഞാൻ ചെയ്യേണ്ടത്? അതിന്റെ പ്രതിവിധി ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ഇരുട്ടുള്ള സമയത്ത് മറമാടണം, നല്ല വെളിച്ചമുള്ള സമയത്ത് മറമാടണ്ട. നേരത്തെ മരിച്ച ബീവിയെ വൈകുന്നേരമായപ്പോഴാണ് മറമാടിയതെന്നും ആ കാരണം കൊണ്ട് രാത്രിയിൽ മറമാടൽ അനുവദനീയമാണെന്നതിന്റെ ദലീലായിക്കൊണ്ട് മഹാന്മാർ ഈ ചരിത്രം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭംഗന്മാരെ, ആ ഫാത്തിമ ബീവി നേതൃത്വം കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളെ ശരീരത്തിന് അന്യപുരുഷന്മാര് ആകർഷിക്കുകയും നോക്കുകയും ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ച കാരണത്താൽ പിന്നീട് അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ വിശാലമായ പട്ടിക എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. ബസറ പട്ടണത്തിൽ ഒരു സഹോദരി, അതാ 25കാരിയാണ് അവർ. 25കാരനായ ഒരു ചെറുപ്പക്കാരൻ. ആ പെൺകുട്ടി മുഖമോടി ധരിച്ചുകൊണ്ട് വന്നവളാണ്. പക്ഷെ കണ്ണിന്റെ ഭാഗം നല്ലവണ്ണം കാണിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇവൾ കൊള്ളാകുന്നവളാണെന്ന് ആകർഷിച്ചു പോയി. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ നടന്ന് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്നിതാ ഇദ്ദേഹം ബാക്കിൽ വരുന്നു എന്ന് കണ്ടപ്പോ പെൺകുട്ടി ചോദിക്കുന്നു, അല്ല നിങ്ങളെന്താണ് എന്റെ പിന്നാലെ വരുന്നത്? ആ ഗർജനം കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നമാ ഫുതിൻതു ബിഐനൈകി, നിന്റെ 2 നേത്രങ്ങളെ കൊണ്ട് എന്നെ ഫിത്നയാക്കപ്പെട്ടു പെണ്ണേ. നിന്റെ കണ്ണ് കണ്ടപ്പോ നീ തരക്കേടില്ലാന്ന് എനിക്ക് തോന്നിപ്പോയി, അതുകൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ പോന്നതാണ്. അതുകൊണ്ട് എന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കണം. സുബ്ഹാനല്ലാഹ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോ വരാം. വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒരു കത്തിയെടുത്തിട്ട്, മൂർച്ചയുള്ളൊരു കത്തിയെടുത്തിട്ട് അള്ളാഹിനോട് പറയാണ്, പടച്ചോരെ, ഈ പാവപ്പെട്ട പെണ്ണ് ഇനി അങ്ങാടിയിലേക്ക് ആ നിർബന്ധ ആവശ്യത്തിനല്ലാതെ പോകൂല റബ്ബേ.
ഞാനൊരു ആവശ്യത്തിന് പോയ സ്ഥലത്ത് വെച്ച് എന്റെ കണ്ണ് കണ്ട് ആകർഷിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരനെ ഫിത്നയാക്കപ്പെട്ടു. അതുകൊണ്ട് റബ്ബേ, ആ കണ്ണിന്റെ ഉപകാരം എനിക്ക് വേണ്ട റബ്ബേ എന്ന് പറഞ്ഞ് കത്തിയെടുത്തുകൊണ്ട് ആ കണ്ണതാ ചൂന്നെടുക്കുന്നു. എന്നിട്ട് ചൂന്നെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടതാ അടിവയോട് പറയുന്നു, കൊണ്ടുപോയി ആ ചെറുപ്പക്കാരന് കൊടുക്ക്. ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് വല്ല എന്റെ കാമുകി എന്തോ സ്വീകരണ ഭക്ഷണം കൊടുത്തേച്ചെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോ കയ്യിലേക്ക് കിട്ടുന്നത് അതാ രക്തത്തില് പൊതിഞ്ഞതായിരിക്കുന്ന ആ കണ്ണാണ്, പച്ചയിൽ കണ്ണാണ് കൊണ്ടുവരുന്നത്. ഇതങ്ങ് കണ്ടതോടുകൂടെ ബോധം കെട്ട് വീട ചെറുപ്പക്കാരൻ ബോധം തെളിഞ്ഞപ്പോൾ ഒരു ഓട്ടമോടിയിട്ടുണ്ട്. പിന്നീട് റബ്ബേ, ഇനി എന്റെ കാരണത്താൽ ഒരാൾക്കും ഒരു ശല്യവും ഇനി ഉണ്ടാകൂല എന്ന് തീരുമാനമെടുത്ത് ആ ചെറുപ്പക്കാരൻ അതോടുകൂടെ നന്നായി പോയി. കാരണം ആ പെൺകുട്ടിയുടേതായിരിക്കുന്ന പ്രതികരണം ഉണ്ടായത് അങ്ങനെയാണ്. കണ്ണിൽ നിന്ന് രക്തം വാർന്നുപോയി. ആ ചെറുപ്പക്കാരി മരിച്ചുപോയി. ഇവങ്ങളെ മരിച്ചതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ടപ്പോൾ ചോദിക്കുന്നു, ഓ പെങ്ങളെ, എന്റെ കാരണം കൊണ്ട് നീ മരിച്ചുപോയോ? എനിക്കിനി പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. ആ ചെറുപ്പക്കാരുടെ മറുപടി, ഓ ചെറുപ്പക്കാരാ, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം കേട്ടോ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. എന്റെ കണ്ണ് നഷ്ടപ്പെട്ടതും ഞാൻ മരിച്ചതുമൊന്നും നിങ്ങളുടെ കാരണം കൊണ്ടല്ല. ഞാൻ സൂക്ഷിക്കേണ്ട മേഖലയിൽ ഞാൻ സൂക്ഷിക്കണമായിരുന്നു. അത് സൂക്ഷിക്കാത്തതിന്റെ പേരിലാണല്ലോ നിങ്ങളെ ഫിത്നയാക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ചെറുപ്പക്കാരാ. ആ പെൺകുട്ടി സ്വപ്നത്തിൽ കൂടെ ഉപദേശം നൽകി. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങൾ ചൂന്നെടുക്കണമായിരിക്കും എന്ന് കമ്പ്യൂട്ടർ പരിശോധിച്ച് വെക്കാൻ അറിയാം അല്ലേ? നമ്മളെ ശരീരത്തിൽ നിന്ന് എത്ര ചൂന്നെടുക്കാനുണ്ടാകുമെന്നുള്ളത്, എല്ലല്ലാത്തത് വല്ലതും ബാക്കി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അഭിമാനത്തോടുകൂടെ പറയും, ആ കൂട്ടത്തിൽ നിങ്ങൾക്കും പെടാൻ വേണ്ടി പരമാവധി നിങ്ങളെ ശരീരത്തിനെ സൂക്ഷിക്കണം. അന്യപുരുഷന്മാര് ആകർഷിക്കുന്ന രീതിയിലുള്ളതായ രംഗപ്രവേശനം ഉണ്ടാവരുത്. അങ്ങനെയുള്ള വസ്ത്രധാരണകൾ ഉണ്ടാവരുത്. ഫർദ ധരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ടൈറ്റ് ഫിറ്റ് ഫർദ ധരിച്ചിട്ട് കൂടുതൽ കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിലാവരുത്. അത് നമുക്ക് ഖൈറല്ല. നമ്മുടെ നെയ്യത്ത് അള്ളാഹുവിനറിയാം. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം. അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ ഫാത്തിമ ബീവിക്ക് പറയാൻ അധികാരമുണ്ട്, ആയിഷ ബീവിക്ക് പറയാൻ അധികാരമുണ്ട്. ആയിഷുമ്മ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഹബീബായ റസൂലുള്ള എന്റെ ഭർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ കടക്കുമ്പോൾ ഞാൻ എന്റെ തട്ടവുമൊക്കെ നീക്കി വെക്കും, എന്റെ മേൽവസ്ത്രങ്ങളൊക്കെ നീക്കി വെക്കാറുണ്ടായിരുന്നു. അള്ളാന്റെ ഹബീബ് വഫാത്തായിട്ട് അവിടെ മറമാടിയത് എന്റെ വീട്ടിലാണല്ലോ, റൗളയില്. ആ വീട്ടിൽ മറമാടിയതിന്റെ ശേഷവും അതിന്റെ ഉള്ളിലേക്ക് മഖബറയിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ ഭർത്താവാണ് എന്ന കാരണം കൊണ്ട് എന്റെ തട്ടം ഞാൻ നീക്കി വെക്കാറുണ്ട്. ഞാൻ എന്റെ തട്ടം നീക്കി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാറുണ്ട്. പക്ഷേ രണ്ടാമതും അവിടെ മറമാടപ്പെട്ടത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അത് എന്റെ ഉപ്പയായതുകൊണ്ടും ഉപ്പാക്ക് മുട്ടുപൊക്കളുടെയുള്ള സ്ഥലമല്ലാത്ത സ്ഥലങ്ങൾ മുഴുവനും കാണൽ അനുവദനീയമായതുകൊണ്ട് എന്റെ തലയിൽ നിന്ന് ഞാൻ എന്റെ ആകമൂടുന്ന വസ്ത്രങ്ങളൊക്കെ അയച്ചു വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്രമിക്കാറുണ്ട്. പക്ഷേ മൂന്നാമത് മറമാടപ്പെട്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഖ്ബറയിലേക്ക് പിന്നെ ഞാൻ കടക്കുമ്പോ എന്റെ തലയിൽ നിന്ന് തട്ടം പോലും ഞാൻ നീക്കി വെച്ചിട്ടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. പെങ്ങളെ, നിങ്ങൾ മഖാമിലേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ ഏത് പരിപാടിക്ക് പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഹിജാബ് വേണം, നിങ്ങൾക്ക് മറ വേണം. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിങ്ങളെ കണ്ട് ആസ്വദിക്കുന്നവരുണ്ട്, നിങ്ങളെ കണ്ടാൽ വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് കഴുകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പെടാതിരിക്കാൻ ശ്രമിക്കണം. ഇത് പറയാനുള്ള കാരണം എന്ത്? നിങ്ങൾ നോക്ക്, നമ്മുടെ ഹിജാബിനെ കുറിച്ച് ഞാൻ പറയുമ്പോ, ഔറത്ത് മറക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ, ആത്മീയമായ ചൈതന്യമുള്ള റബ്ബിനെ ഭയമുള്ള അവന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിയുള്ള സ്ത്രീകൾക്ക് അള്ളാഹുവിനെ ഭയമുണ്ടാകുമ്പോ ഔറത്ത് മറച്ചുകൊണ്ട് അവർ ജീവിക്കുമല്ലോ. ഇത് പറയുമ്പോൾ ഉസ്താദെ, നിങ്ങൾ ഞങ്ങളെ അടുക്കള പുഴുക്കളാക്കിയോ?
ഞങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ജന്തുക്കളല്ലേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, നിങ്ങളാണെങ്കിൽ പരസ്യമായിട്ട് പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാം. ഇത് ഞങ്ങൾ ഇങ്ങനെ അടുക്കള പുഴുക്കളാക്കി ഇങ്ങനെ അടുക്കളയിൽ പൂട്ടിയിടേണ്ടവരാ ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ?